സംവിധാനവും നിർമ്മാണവും രചനയും എല്ലാം നിർവഹിച്ചിട്ടുള്ള ഒരു നാടകത്തെ പറ്റിയാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. മറ്റൊന്നുമല്ല, ഇന്നലെ വിചിത്രമായിട്ടുള്ള ഒരു പരാതി ചിന്താ ജെറോം പോലീസിൽ കൊടുക്കുകയുണ്ടായി. ചിന്താ ജെറോമിനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി, അതിന്റെ ഭാഗമായിട്ട് വയറിനും കാലിനും പരിക്ക് പറ്റിയെന്നുള്ളതാണ് പരാതിയുടെ ഉള്ളടക്കം. ആർക്കെതിരെയാണ് പരാതി കൊടുത്തത് എന്നുള്ള കാര്യമാണ് ഇതിൽ പ്രസക്തമായിട്ടുള്ളത്. ഈ മറ്റൊരു ചാനലിന്റെ ചർച്ചയിൽ ചിന്താ ജെറോം പങ്കെടുക്കുവാൻ വേണ്ടി പോയപ്പോൾ മരുന്നുകളുടെ ലഭ്യത കുറവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ മരുന്നുകൾക്ക് പകരം പൊതിച്ചോറ് കഴിച്ചാൽ മതി, പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള നിലയിൽ ചിന്താ ജെറോം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത് പൊതുസമൂഹം വളരെ ആക്ഷേപകരമായ നിലയിൽ വയറുവേദനയ്ക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് വരുമ്പോൾ, പനിയായിട്ട് വരുമ്പോൾ മരുന്നിന് പകരം പൊതിച്ചോറ് കഴിച്ചാൽ മതിയോ എന്നുള്ള നിലയിൽ ആക്ഷേപിക്കുകയും ഇത്തരത്തിൽ നിലവാരം കുറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നത് പൊതുസമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് വളരെയധികം ആക്ഷേപ ശരങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള, പൊതുസമൂഹത്തിന്റെ മുന്നിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ചിന്താ ജെറോം ആ ചോദ്യം ചോദിച്ച ആ KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെയാണ് ഇപ്പോൾ വധശ്രമത്തിന് കേസ് കൊടുത്തിരിക്കുന്നത്. വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി എന്നുള്ളതാണ് ചിന്താ ജെറോമിന്റെ ആക്ഷേപം. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ ഒരാൾ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോകും. ഈ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണെന്ന് പറയുകയും പിണറായി വിജയന്റെ ഭരണസമയത്ത് ആരോഗ്യരംഗത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയും, അതോടൊപ്പം തന്നെ ഈ ചാനൽ ചർച്ചകളിലെല്ലാം പങ്കെടുക്കുമ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുകയും ഒരു രോഗിക്കും എങ്ങും പോകേണ്ടി വരത്തില്ല എന്ന് വാദിക്കുകയും ചെയ്ത ചിന്താ ജെറോം ഈ ജില്ലാ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള തിരുമുല്ലാവാരത്ത് ഈ ചാനൽ ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയ വഴിക്ക് ഈ വിഷയം ഉണ്ടായപ്പോൾ, അവിടെ വെച്ച് തന്നെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു പരിക്ക് പറ്റിയെന്ന് തോന്നലാവാനാണ് സാധ്യത. പരിക്കൊന്നും ആരും കണ്ടിട്ടില്ല, ഈ പറഞ്ഞ വീഡിയോയിലും പരിക്കൊന്നും ആരും കണ്ടിട്ടില്ല. പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ ഗവൺമെന്റിനെ ഉയർത്തിപ്പിടിക്കുന്ന ചിന്താ ജെറോം ആദ്യം പോകുന്നത് ജില്ലാ ആശുപത്രിയിലായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. എങ്കിൽ തെറ്റി. ചിന്താ ജെറോം ഈ തൊട്ടടുത്തുള്ള 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ജില്ലാ ആശുപത്രിയും കടന്ന് 3-4 ഹോസ്പിറ്റലിലും കടന്ന് CPMന്റെ അധീനതയിലുള്ള സഹകരണ സംഘത്തിന്റെ ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? അവിടെ ആ പരിക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. വ്യാജമായിട്ട് ഒരു ചെറിയ പോറല് പോലും പറ്റാതെ, ഒന്ന് ദേഹത്ത് പോലും ഒരു വാഹനം തൊടാത്ത സാഹചര്യത്തിൽ ഒരു കഥ മെനഞ്ഞെടുത്ത്, ഞാനത് നേരത്തെ സൂചിപ്പിച്ചത്, നാടകത്തിനെ വെല്ലുന്ന രീതിയിൽ ഒരു തിരക്കഥ എഴുതിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ, KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ, സെയ്താലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെതിരെ പരാതി ഉന്നയിക്കുക. അപ്പോൾ ഈ രീതിയിൽ വ്യാജ പരാതി ഉന്നയിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഏതെങ്കിലും നിലയിൽ ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് മരുന്നിന് പകരം പൊതിച്ചോറ് കഴിച്ചാൽ മതി എന്നുള്ള നിലയിലുള്ള ആ ഒരു അഭിപ്രായം, ആ അഭിപ്രായത്തിൽ നിന്ന് രക്ഷ നേടാം എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ടാണ് ഈ പരാതി കൊടുത്തതെങ്കിൽ ഈ കേരള സമൂഹം പുച്ഛിച്ച് കളയും എന്നുള്ള കാര്യമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചിന്താ ജെറോമിന്റെ വാക്ക് കേട്ടുകൊണ്ട് പെട്ടെന്ന് കേസെടുത്ത പോലീസ് ഈ സിദ്ധാർത്ഥനെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് വധശ്രമത്തിന് കേസെടുത്തിട്ടില്ല. പക്ഷെ ചിന്താ ജെറോമിനെ തട്ടാതെ നാടകം നടത്തിക്കൊണ്ട് തട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വ്യാജ പരാതി കൊടുത്തപ്പോൾ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭ പരിപാടികളും